ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. അപ്പൊ നമ്മളെ ഈ ഒരു യൂണിറ്റ് 1 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് കേട്ടോ. യൂണിറ്റ് 1 3 L's ഓഫ് എംപവർമെന്റ് എന്ന് പറയുന്ന സ്പീച്ച് ആണ്. ആസ് വി സെഡ് സ്പീച്ച് ആണ്. ആരതാണ് പറ? ക്രിസ്ത്യൻ ലഗാർഡിന്റെ ആണ്. ചാപ്റ്റർ 1 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. വാരി വലിച്ചിട്ടൊന്നുമില്ല, നമ്മൾ ഒരു ഷോർട്ട് സമ്മറിയിലേക്ക് കയറി പോവാണ്. 3 L's ഓഫ് എംപവർമെന്റ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സമ്മറിയാണ് ഞാൻ ഇവിടെ തന്നിട്ടുള്ളത്. അതിന്റെ ഷോർട്ട് സമ്മറി ചാപ്റ്റർ ലെങ്തി തരുന്നില്ല ഞാൻ, കാര്യം ലെങ്തി ചാപ്റ്റർ ഒക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിൻ്റെ ഉള്ളിലുള്ള കോർ മാത്രമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ വെക്കുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോളൂ. 3 L's of empowerment is a speech by Christine Lagarde. Christine Lagarde ഒരു സ്പീച്ച് ആണ്. ക്ലിയർ. She speaks of the അവൾ സംസാരിക്കുന്നു അല്ലെ. അവൾ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ ലഗാർഡി സ്പീക്സ് ഓഫ് ദി നീഡ് ഓഫ് എംപവറിംഗ് വിമൻ ഇൻ ദ 21st സെഞ്ചുറി. 21ാം നൂറ്റാണ്ടിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ആവശ്യകതയെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? ക്രിസ്ത്യൻ ലഗാർഡി തന്റെ സ്പീച്ചിൽ പ്രസംഗിക്കുന്നത്. ഷീ അസേർട്സ്, ഉറപ്പിച്ച് പറയുന്നു. എന്താന്ന് വെച്ചാൽ ദാറ്റ് വിമൻ ആർ കേപ്പബിൾ, സ്ത്രീകൾക്ക് കഴിവുണ്ട് to contributing to the economic growth of any nation. ഏതൊരു രാജ്യത്തിന്റെയും സാമ്പത്തിക വളർച്ചയിലേക്ക് അല്ലെ ഒരു കോൺട്രിബ്യൂട്ട് സഹായം നൽകുന്നതിൽ ശരിക്കും അതിന് കാര്യ കഴിവുണ്ട്. സ്ത്രീകൾക്ക് നന്നായിട്ടുള്ള കഴിവുണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത് 3 L's of empowerment എന്ന് പറയുന്ന ഈ സ്പീച്ചിൽ ക്രിസ്ത്യൻ ലഗാർഡി നമ്മളോട് എന്ത് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ. ലേണിംഗ് ആ 3 എല്ലുകളാണ്, അതിന് വേണ്ടിയിട്ടുള്ള 3 എല്ലുകളാണ് പറയുന്നത് കേട്ടോ. ഒന്ന് ലേണിംഗ്, മറ്റൊന്ന് ലേബർ, മറ്റൊന്ന് ഏതാണ് പറ? ലീഡർഷിപ്പ്. ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. ഇതന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കാതെ നമുക്ക് കാണാൻ പറ്റും. ആർ ദ 3 L's ഓഫ് വിമൻസ് എംപവർമെന്റ് അല്ലെ, അതാണ് 3 എല്ലുകളായിട്ട് ക്രിസ്ത്യൻ ലഗാർഡി സജസ്റ്റ് ചെയ്യുന്ന 3 എല്ലുകളാണ്. ഒന്ന് ലേണിംഗ്, മറ്റൊന്ന് ലേബർ, മറ്റൊന്ന് ലീഡർഷിപ്പ്. റിപ്പീറ്റ് പറ. ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. ക്ലിയർ അല്ലേ? ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ് 3 എല്ലുകളാട്ടോ. അതായത് പഠിക്കുക, പിന്നെന്താണ് ജോലി എടുക്കുക, പിന്നെ ലീഡർഷിപ്പ് എടുക്കുക. ഈ 3 സാധനങ്ങൾ. ക്ലിയർ. ലേണിംഗ് ഇസ് ദ ബേസിസ് ഓഫ് ഓൾ ചേഞ്ചസ് അല്ലെ. എല്ലാ മാറ്റങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അല്ലെ എന്താണ് പറ? ലേണിംഗ്, പഠനം എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ നന്നാവണമെങ്കിൽ അയാൾ എന്ത് വേണം? നന്നായിട്ടുള്ള വിദ്യാഭ്യാസം വേണമെന്നുള്ളതാണ്. അപ്പൊ ലേണിംഗ് ഇസ് ദ ബേസിസ് അല്ലെ, അതാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഓഫ് ഓൾ ചേഞ്ചസ് എന്ന് പറയുന്നത്. എല്ലാത്തിന്റെ അടിസ്ഥാനം എന്താണ് പറ? ലേണിംഗ് ആണ്. നെക്സ്റ്റ്, എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ. വിദ്യാഭ്യാസത്തിനെ കുറിച്ചാണോ പറയുന്നത്? ശ്രദ്ധിച്ച് കേട്ടോ, ഈ ഒരു വാക്ക് നിങ്ങൾ കാണാണ്ട് പഠിക്കണം കേട്ടോ. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ചസ് ഈസ് ബിൽട്ട് അല്ലെ. വിദ്യാഭ്യാസമാണ് ഈസ് ദ ഫൗണ്ടേഷൻ, അടിത്തറ. അപ്പോൺ വിച്ച്, അതിന്റെ മുകൾക്ക് എനി ചേഞ്ചസ് ഈസ് ബിൽറ്റ്, അതിന്റെ മുകൾക്ക് നമുക്ക് എന്ത് മാറ്റങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഒരു വേർഡ് നിങ്ങൾ കാണാണ്ട് പഠിക്കണം. എന്താണ് പറ? എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ചസ് ഈസ് ബിൽറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കാണാണ്ട് പഠിക്കണം. ക്ലിയർ. നെക്സ്റ്റ്, ലേണിംഗ് ഹെൽപ്സ് അല്ലെ, അതായത് ഈ പഠനം സ്ത്രീകളെ സഹായിക്കുന്നു. വിമൻ ടു ഹെൽപ്പ് ദംസെൽസ് അല്ലെ, അവരെ തന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. നന്നായിട്ട് വിദ്യാഭ്യാസം ഉണ്ടാക്കി വെച്ചാൽ അത് ആർക്ക് ഗുണകരമാവും? സ്ത്രീകൾക്ക് തന്നെ ഗുണകരമാവും അല്ലെ. ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. ഈ വാക്ക് പഠിച്ചു വെച്ചോളൂ. എന്തിനാണ് ലേണിംഗ് ഹെൽപ്സ് ടു, എന്തിനാണ് ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദംസെൽസ്? എന്തിനാണ്? ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. അവർക്ക് മുന്നിലുള്ള ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവില്ലേ, ആ പ്രതിസന്ധികളുടെ ചങ്ങലകളെ പൊട്ടിക്കാനുള്ള ഒരു കഴിവ് എന്തിനുണ്ടാവും? വിദ്യാഭ്യാസത്തിന് ഉണ്ടാവും എന്നുള്ളതാണ് ഈ 3 L's ഓഫ് എംപവർമെന്റിൽ ലേണിംഗിനെ കുറിച്ച് പറയുന്ന ഒന്നാമത്തെ പോയിന്റ് ആണ്. എഡ്യൂക്കേഷൻ ഇസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഇസ് ബിൽറ്റ്. പിന്നെ ഏതാണ്? ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദംസെൽസ് ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. ക്ലിയർ. നെക്സ്റ്റ് നോക്കിക്കോളൂ. There is an African adage അല്ലെ. ഒരു ആഫ്രിക്കൻ അഡേജ് ഉണ്ട്. അഡേജ് എന്ന് പറഞ്ഞൊക്കെ വെച്ചാൽ പഴഞ്ചൊല്ല്, പ്രോവർബ് എന്നൊക്കെ പറയില്ല, ഒരു വാക്ക് എന്നൊക്കെ പറയില്ലേ. ഒരു അഡേജ് ഉണ്ട്. ഈ അഡേജ് എന്ന് പറയുന്ന വാക്ക് തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് കാണാൻ പറ്റും. ഒരു ചൊല്ല് എന്നൊക്കെ പറയും. If you train a boy, നിങ്ങൾ ഒരു ബോയിനെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ, പ്രാക്ടീസ് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ, യു ട്രെയിൻ എ മാൻ, ഒരു വ്യക്തിക്ക് നിങ്ങൾ എന്ത് ചെയ്തു? കറക്റ്റ് ഒരു വ്യക്തിക്ക് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു. ബട്ട് ഇവിടെ പറയാട്ടോ, അതിന്റെ ബാക്കി തന്നെയാണ്. ഇഫ് യു ട്രെയിൻ എ ഗേൾ, നിങ്ങൾ ഒരു പെൺകുട്ടീനെ പഠിപ്പിക്കുകയാണെങ്കിൽ, ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ, യു ട്രെയിൻ എ വില്ലേജ്. സത്യത്തിൽ ഒരു പെൺകുട്ടീനെ നിങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു വില്ലേജ് മുഴുവൻ നിങ്ങൾ പഠിപ്പിക്കുന്നത് സമാനമാണെന്ന്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉമ്മമാരൊക്കെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ അവർ ശരിക്കും പഠിച്ചാൽ മക്കളെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ആരുടെയാണ്? നമ്മൾ ഉമ്മമാരാണ് അല്ലെ, പാരന്റ്സ് ആണല്ലേ. അച്ഛനമ്മമാരിലെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്ന ആരാണ്? അമ്മമാരാണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ മക്കൾ എന്ത് ചെയ്യുന്നത്? നോക്കുന്നത്. സോ ഇഫ് യു ട്രെയിൻ എ ബോയ്, യു ട്രെയിൻ എ മാൻ. ഇഫ് യു ട്രെയിൻ എ ഗേൾ, യു ട്രെയിൻ എ വില്ലേജ്. മറക്കരുത്. ഒന്നുകൂടെ പറ. ഇഫ് യു ട്രെയിൻ എ ബോയ്, യു ട്രെയിൻ എ മാൻ. ഇഫ് യു ട്രെയിൻ എ ഗേൾ, യു ട്രെയിൻ എ വില്ലേജ്. കാണാണ്ട് പഠിക്കുക. എന്താണെന്ന് പറ? ആഫ്രിക്കൻ അഡേജ്.
ഫ്യൂച്ചറിൽ നിങ്ങൾ വലിയ മക്കളൊക്കെ ആയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും സംസാരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് യെസ് അപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റും, ഐ റിമെമ്പർ എ കോട്ട് ഓഫ് ക്രിസ്ത്യൻ ലഗാഡി അല്ലേ. ക്രിസ്ത്യൻ ലഗാഡിന്റെ ഒരു കോട്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. സ്പീച്ചിൽ അവർ മെൻഷൻ ചെയ്തൊരു കൊട്ടേഷൻ ഞാൻ ആലോചിക്കുകയാണ്. ദർ ഈസ് എൻ ആഫ്രിക്കൻ അഡേജ് എന്ന് പറഞ്ഞാണ്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഇഫ് യു ട്രെയിൻ എ ബോയ് യു ട്രെയിൻ എ മാൻ, ഇഫ് യു ട്രെയിൻ എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ് എന്ന് പറയുന്ന ഒരു കൊട്ടേഷൻ. അപ്പൊ നന്നായിട്ട് പഠിക്കാം. അടുത്തത് ലേബറിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ലേബറിനെ കുറിച്ചാണ് പറയുന്നത്, ശ്രദ്ധിച്ച് കേട്ടോളൂ. അപ്പൊ നമ്മൾ ലേണിങ്ങിനെ കുറിച്ച് 2 പോയിന്റ് പഠിച്ചു. ലേബറിനെ കുറിച്ചാട്ടോ. ലേബർ ഹെൽപ്സ് വുമൻ ടു പ്രോഗ്രസ് ഇൻ ലൈഫ് അല്ലേ. ജീവിതത്തിൽ ഒരു വളർച്ച ഉണ്ടാക്കുന്നത് എന്താണ്? പെണ്ണുങ്ങൾക്ക് എന്താണ്? ജോലി ഉണ്ടെങ്കിലാണ് അല്ലെ ഒരു വളർച്ച ഉണ്ടാവും അല്ലെ. പ്രോഗ്രസ് ഇൻ ലൈഫ്, അവർക്ക് ഫിനാൻഷ്യൽ അല്ലെ ഫ്രീഡം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും ഇല്ലേ. നോക്കൂ, അവർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവും അല്ലെ, എല്ലാം കിട്ടും. നെക്സ്റ്റ്, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദം ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ അല്ലെ. സത്യത്തിൽ അവർക്ക് ശരിക്കും ഒരു ജോലി ഉണ്ടെങ്കിലാണ് അവരെ യഥാർത്ഥ കഴിവ് എന്ത് ചെയ്യാൻ പറ്റൂ, അവർക്ക് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ്, അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്നു ദം ടു ഫ്ലറിഷ് അല്ലെ, ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ, യഥാർത്ഥ കഴിവുകൾ ഉണ്ടാവില്ല നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാലാണ്. ഇറ്റ് ഗിവ്സ് ദം അവർക്ക് നൽകുന്നു എക്കണോമിക് ഫ്രീഡം, സാമ്പത്തിക അഭിവൃദ്ധി, ആൻഡ് ബ്രിങ്സ് അബൌട്ട് എ ചേഞ്ച് ഇൻ ദെയർ ഔട്ട്ലുക്ക് അല്ലെ. അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാണ് പറ, ഒരു മാറ്റം എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ബ്രിങ്സ് അബൌട്ട് ആട്ടോ, അബൌട്ട് എ ചേഞ്ച് ഇൻ ദെയർ ഔട്ട്ലുക്ക്. അവര് പൊതുവേ ഉള്ളൊരു ഔട്ട്ലുക്ക് ഉണ്ടാവില്ലേ. സാധാരണ നമ്മളൊരു സ്ത്രീ എന്ന് പറഞ്ഞൊക്കെ വെച്ചാൽ വീട്ടിലൊരു ക്ലീശ അല്ലേ, വീട്ടിൽ എപ്പോഴും അടുക്കളയിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്, ഭക്ഷണം ഉണ്ടാക്കുന്നത്, ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് എന്ത് ചെയ്യും, സ്ത്രീകൾക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ചേഞ്ച് എന്തുണ്ടാവും സ്ത്രീകളുടെ ഇടയിൽ ഉണ്ടാവുന്നതാണ് ക്രിസ്ത്യൻ ലഗാഡി വാദിക്കുന്നത്. സത്യത്തിൽ അത് തന്നെയല്ലേ സത്യത്തിലുള്ളത് കേട്ടോ. നോക്കുന്ന അടുത്തത്, ഷീ കോൾസ്, അവൾ പറയുന്ന ഒരു വാക്കുണ്ട്, ശ്രദ്ധിച്ച് കേട്ടോ, കാണാണ്ട് പഠിച്ചോളൂ കേട്ടോ. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. കാണാണ്ട് പഠിച്ചോളൂ, പറ. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ഷീ കോൾസ്, അവൾ പറയുന്നുണ്ട്, ക്രിസ്ത്യൻ ലഗാഡി സജസ്റ്റ് ചെയ്യുന്ന ഒരു വാക്കാട്ടോ, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് കൊടുക്കുന്ന അതേ പേയ്മെന്റ് തന്നെ ആർക്ക് കൊടുക്കണം പറ. അതേ ജോലി എടുക്കുന്ന ആളുകൾ ആണിന് കൊടുക്കുന്ന ശമ്പളവും പെണ്ണിന് കൊടുക്കുന്ന ശമ്പളം എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതാണ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്ന് പറയുന്നതാണ് ആരുടെ കോള്? ക്രിസ്ത്യൻ ലഗാഡിന്റെ കോള് ഫോർ മാൻ ആൻഡ് വുമൺ അല്ലെ, ഒരാണിനും പെണ്ണിനും ട്ടോ. ക്ലിയർ. അടുത്ത ലീഡർഷിപ്പിന് പറയുന്ന കേട്ടോ. അപ്പൊ നമ്മൾ ലേബറിനെ കുറിച്ച് 2 പോയിന്റ് പഠിച്ചു. എന്താണ്? പ്രോഗ്രസ് ഇൻ ലൈഫ് അല്ലെ, ടു അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ അല്ലെ. അടുത്ത എന്താണ്? എക്കണോമിക് ഫ്രീഡം പഠിച്ചു. അപ്പൊ 3ാമത്തെ പോയിന്റ് ആയി അടുത്ത് പറ, അവളുടെ കോൾ എന്താണ്? ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. അടുത്ത ലീഡർഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ലീഡർഷിപ്പ് ഹെൽപ്സ് വുമൻ ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദെയർ എബിലിറ്റീസ് അല്ലെ ആൻഡ് ടാലൻസ്. അവർക്ക് ഒരുപാട് ടാലൻസ് ഉണ്ട്, കഴിവുകളുണ്ട് അല്ലെ, എബിലിറ്റീസ് അല്ലെ. എബിലിറ്റീസും പിന്നെ ടാലൻസും ഒക്കെ ഉണ്ട് ആർക്ക്? സ്ത്രീകൾക്ക്. ഇതൊക്കെ ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും എന്ത് കിട്ടണം? ഒരു ലീഡർഷിപ്പ് അവർക്ക് കിട്ടണമെന്ന്. വിമൻ ആർ കോമ്പിറ്റന്റ് അല്ലെ. വിമനൊക്കെ തന്നെയാണ് പറ, കോമ്പിറ്റന്റ് തന്നെയാണ് അല്ലെ, മത്സര ബുദ്ധിയുള്ള ആളുകളാണ്. ബട്ട് ദേ ലാക്ക് കോൺഫിഡൻസ്, ദേ ലാക്ക് സെൽഫ് കോൺഫിഡൻസ്. പക്ഷെ അവർക്ക് എന്താണ് പറ, സ്വയം ഒരു സെൽഫ് കോൺഫിഡൻസ് എന്താണ്? നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താണ്? അവരൊന്നും എവിടേക്ക് എത്തിക്കുന്നില്ല, ഉന്നതങ്ങളിലേക്ക് ഒരു ലീഡർഷിപ്പ് എത്തിക്കുന്നില്ല, സ്ത്രീകളെ ശരിക്കും എത്തിക്കുന്നില്ല. ശരിക്ക് ലീഡർഷിപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നല്ല കഴിവ് ആർക്കുണ്ട്? സ്ത്രീകൾക്കുണ്ട്. നമ്മൾ ഈ യൂണിറ്റിന്റെ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നതിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ ഉള്ളത് 4 സ്ത്രീകളെ കുറിച്ച് പരിചയപ്പെടുത്തി തരികയാണ്. അതിൽ ഒന്നാമത്തതാണ് ഹാരി പോട്ടർ എഴുതിയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള, ബെസ്റ്റ് സോൾഡ് ആയിട്ടുള്ള അല്ലെ ഒരു പുസ്തകമുണ്ട്. പുസ്തകത്തിന്റെ പേരാണ് ഏത് പറ? പിന്നെ ഹാരി പോട്ടർ എഴുതിയിട്ടുള്ളത് JK റൗളിംഗ് ആണ്. ഒരു പെണ്ണ് എഴുതിയിട്ടുള്ള പുസ്തകം നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മാരികോം എന്ന് പറയുന്ന ഇന്ത്യയിലെ ബോക്സിംഗ് ചാമ്പ്യൻ ആരും മാരികോം എന്ന് പറയുന്നത്. മാരികോം അതുപോലെ തന്നെ BBCന്റെ ഹെഡിൽ എല്ലാം ഉള്ളത് ആരാണ്? പെണ്ണുങ്ങളാണ്. അപ്പൊ ശരിക്കും ഒരു നല്ല ലീഡർഷിപ്പിലേക്കൊക്കെ ആർക്ക് എത്താനുള്ള കഴിവുണ്ട്? പിന്നെ സ്ത്രീകൾക്ക് എത്താനുള്ള കഴിവുണ്ട്. ഞാൻ ഈ പോയിന്റ് പറഞ്ഞതൊക്കെ നിങ്ങൾ എഴുതുന്ന സമയത്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകളാണ്, മറക്കാണ്ട് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ്, വിമൻ അല്ലെ, ദെയർഫോർ അതുകൊണ്ട് തന്നെ ദ സ്പീക്കർ ഏർജസ്, സ്പീക്കർ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാണ്? ക്രിസ്ത്യൻ ലഗാഡി ഏർജസ് ദം ടു കം ഔട്ട് ഓഫ് ദെയർ കംഫോർട്ട് സോൺസ് ആൻഡ് ഡെയർ ദ ഡിഫറെന്റ് അല്ലെ. അതുകൊണ്ട് തന്നെ സ്ത്രീകളോട് പറയുന്ന ഒരു വാക്കുണ്ട്. ആര് പറയുന്ന വാക്ക് അറിയോ? ക്രിസ്ത്യൻ ലഗാഡി. നിങ്ങളുടെ കംഫോർട്ട് സോണിൽ എന്ത് ചെയ്യണം? ചാടി പുറത്തേക്ക് വരണം അല്ലെ. വീട്ടിൽ ഒതുങ്ങി കൂടേണ്ട ആളുകളല്ല ആര്? സ്ത്രീകള്. എന്നിട്ടോ
കംഫർട്ട് സോൺസ് ആൻഡ് ഡയർ ദ ഡിഫറൻസ്. നിങ്ങൾ വ്യത്യാസങ്ങളെ നേരിടാൻ, അല്ലെ, ഒരുപാട് വൈവിധ്യങ്ങളെ നേരിടാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം എന്ന് പറഞ്ഞുകൊണ്ട് ആര് നിർത്തുന്നു? നമ്മുടെ ക്രിസ്ത്യൻ ലഗാഡി ഒരു സ്പീച്ച് ചെയ്യുന്നുണ്ട്, വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഷോർട്ട് സമ്മറി ഉള്ളത്. ബാക്കിയുള്ളതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും. കാണാണ്ട് പഠിക്കുക. നമ്മൾ ലീഡർ ലേണിങ്ങിനെ കുറിച്ച് പറഞ്ഞ പോയിന്റ്സ്, ലീഡർഷിപ്പിനെ കുറിച്ച് പറഞ്ഞ പോയിന്റ്സ്, പിന്നെ ലേബറിനെ കുറിച്ച് പറഞ്ഞ പോയിന്റ്സ്, അഡേജ്, അല്ലെ, അതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക, കാണാണ്ട് പഠിക്കുക. താങ്ക് യു വെരി മച്ച്.